ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ അണ്ണൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ചുമ്മാ രാവിലെ ഒരു നിർത്തിക്കുന്നുണ്ടോ കണ്ണു പൊട്ടാതിരിക്കാനായിട്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സംഭവമാണ്. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരനുണ്ട്, വിഷ്ണു എന്ന പേര്. പുള്ളി കുവൈറ്റിലെ വർക്ക് ചെയ്യുന്നതാണ്. ആ പുള്ളി റെക്കമെൻഡ് ചെയ്തൊരു റെസിപ്പി. സംഭവം എന്ന് വെച്ചാൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള വോഡ്ക വെച്ചിട്ട് നമ്മൾ മട്ടൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. സവാളയോ തക്കാളിയോ ഒന്നുമില്ല, വളരെ ഡ്രൈ ആയിട്ടൊരു റോസ്റ്റ്. മട്ടൻ റോസ്റ്റ്. പക്ഷെ ഇത് എങ്ങനെ ആയി തീരുമെന്നില്ല. അപ്പൊ ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 2 കിലോളം മട്ടൻ്റെ, അതായത് നമ്മുടെ ചെമ്മരിയാടല്ല, ആടിന്റെ കാല് മേടിച്ചു. അത് ഞങ്ങൾക്ക് വേറെ പ്ലാൻ ഉണ്ട്, സ്റ്റീക്ക് ഉണ്ടാക്കാനാണ്. സ്റ്റീക്കിന്റെ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്തു. കാരണം കട്ട് ചെയ്ത പീസ് അത്ര ഒരു പെർഫെക്റ്റ് സ്റ്റീക്ക് പീസ് ഒക്കെ നമുക്ക് കിട്ടുന്നില്ല. അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ അതിനെടുത്തിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പൊ കുടിക്കോ, ചീത്തായ ഒന്നും പറയില്ല. അപ്പൊ ചലോ ചലോ ടു അണ്ണൻസ് കിച്ചൺ. അതെ, മട്ടൻ. ഞാൻ എന്താ ചെയ്യുന്നത്, ഈ മട്ടൻ അല്ലെങ്കിൽ നമ്മൾ ആട് ഇറച്ചി മേടിക്കുമ്പോൾ കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലൂടെ മുക്കി വയ്ക്കും. അത് ഞാൻ മറ്റേ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മുഷിടുണ്ടെങ്കിൽ ഹനീസിക്ക, ഞാൻ സൗദിയിലുള്ള സമയത്ത് എന്നോട് ഹനീസിക്ക പറഞ്ഞതാണ്, വിഷ്ണു നീ മട്ടൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു അല്പം നേരം മഞ്ഞൾപ്പൊടിയിൽ മുക്കി വെച്ചാൽ അതിന്റെ ഫാറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഷിടോ അല്ലെങ്കിൽ മുഷിടോ മീൻസ് സ്മെല്ലോ അത് നമുക്ക് മാറി കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും മഞ്ഞൾപ്പൊടിയിൽ നിന്ന് മുക്കി വച്ച് ജസ്റ്റ് ഒരു വെള്ളം കൂടിയിട്ട് ഞാനങ്ങ് കഴുകും. അതാണ് നമ്മുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇത്ര മട്ടൺ ഉണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ 1970 ഉണ്ട് ഇതിന്റെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് മട്ടൻ്റെ. കാരണം ഞാൻ കൃത്യമായിട്ട് നോക്കിയായിരുന്നു. നിങ്ങൾ ആ ഇഞ്ചി കിടക്കുന്നുണ്ട് പേടിക്കണ്ട, കാണാമെങ്കിൽ അത് നമ്മളിപ്പോൾ ജസ്റ്റ് എന്താ പറയുക, സ്റ്റീക്കിന് വേണ്ടി എടുത്തതാ. എന്ത് ചെയ്യാനാ, നമ്മളെ ആരോഗ്യം എന്തൊക്കെ പറയുന്ന പോലെ ഒന്നും നടപടിയായില്ല ഗൈസ്. നമ്മൾ സ്റ്റീക്ക് ആക്കാനായിരുന്നു ഇനിഷ്യൽ പ്ലാൻ, പക്ഷെ ചീറ്റിപ്പോയി 2 പീസ്. കാരണം അതെന്താന്ന് വെച്ചാൽ ആ സ്റ്റീക്കിന്റെ പീസിലൊരു നമ്മൾ സ്റ്റീക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ സ്റ്റീക്കിന്റെ പീസ് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഓൺലി 2, 3 4 വെള്ളത്തിൽ കഴിയാൻ മട്ടനായിരുന്നു. ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് മാറ്റാൻ വേണ്ടി മാത്രം ചെയ്യുന്ന സംഭവമായിരുന്നു. നിങ്ങൾ കരുതും ഇവൻ എന്തുവാണ് ഇത് മീറ്റ് കഴുകുന്നതാണ്. മീറ്റ് ഇവനെ കഴുകണ്ടേ ഗൈസ്? അപ്പോൾ മട്ടൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം തൊരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കാരണം നമുക്ക് ഓൾറെഡി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പരിപാടി നമുക്ക് മറൈനേറ്റ് ചെയ്യണം. ഒരു പുള്ളി പറഞ്ഞ് 10 മുതൽ 12 മണിക്കൂർ വരെ മറൈനേറ്റ് ചെയ്യാനുണ്ട് പോലെ. പക്ഷെ നമുക്ക് അത്രയും സമയമുള്ളതുകൊണ്ട് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ മറൈനേറ്റ് ചെയ്യാൻ നമ്മുടെ പ്ലാന്. അപ്പോൾ നോക്കാം മറൈനേറ്റ് ചെയ്യാനുള്ള മസാല എന്താണെന്ന് നോക്കാം നമുക്ക്. Come on guys, അണ്ണൻസ് കിച്ചൺ. ആണുങ്ങൾ കുക്ക് ചെയ്താൽ എന്താ ശരിയാവത്തില്ലെന്ന് എനിക്ക് അറിയണേ നാട്ടിൽ. അയ്യോ രാമാ. അത് നമ്മൾ ബേസ് ആയിട്ട് ഒരു 300 ml അല്ലെങ്കിൽ 300 ഗ്രാമോളം കേർഡ് നമ്മൾ എടുക്കും. നമുക്ക് ബാംഗ്ലൂർ ആയിട്ട് തന്നെ നന്ദിനി, നമ്മളെ മിൽമ പോലെ നോക്കട്ടെ. ഇതൊരു അരിവില്ല, ഒരു 200 ml വരുമെന്ന് തോന്നണം. ഓക്കെ, ഇതൊരു 200 ml വരുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. പകുതി എടുത്തോടെ, ഇല്ല പകുതി പോലും. 500 ml വേണമല്ലായിരുന്നു, അപ്പോൾ പകുതി എടുത്തല്ലേ, 250. കുറച്ചുകൂടി കഴിക്കാൻ തോന്നുന്നു. നമ്മൾ കഴിക്കാനല്ലേ, അപ്പം വലിയ ആഡംബരം വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുള്ളി പറഞ്ഞ റെസിപ്പി ഞാൻ പറയുന്നത്, പുള്ളി വന്നത് എന്താ പറയുക, ചെറിയൊരു ഡിഫറൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ എൻ്റെ കണക്കിന്. ഗൈസ്, എൻ്റെ കണക്ക് കറക്റ്റ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ 250 ഗ്രാം തൈര് കൊള്ളും, അല്ലെങ്കിൽ ഇത് 250 ഗ്രാമിൻ്റെ ബോക്സ് ആണ് അല്ലേ, ഇത് 250 ഗ്രാമേ. അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഇത്രയും ബാലൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു, എനിക്ക് തോന്നുന്നു ഇതിലൊരു 200 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ അതിൽ 300 ഗ്രാം തൈര് വാങ്ങിയിട്ടുണ്ട്. സെറ്റ് പൊളി. എന്തെങ്കിലും സഹായം വേണോ ചേട്ടാ? വീണ്ടും ചേട്ടാ, ഇതാണോ ഈ നാട്ടിൽ ഒരു സഹായം ചെയ്യാൻ പോലും സമ്മതിക്കില്ല. നമുക്ക് ഇവിടെ ഒഴിച്ചാലൂടെ ഉണ്ടാക്കുന്ന നമുക്ക് ഒഴിക്കാം അല്ലേ?
ഗൈസ്, നമ്മൾ ഈ ഓൾ കേക്ക് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ഓൾ കേക്ക് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ഒരു ആൽക്കഹോളിക് വെതർ ആയിരിക്കും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പൊ നമുക്ക് കളറുള്ള വെള്ളമോ കളറില്ലാത്ത വെള്ളമോ ഒക്കെ കുടിച്ചില്ലെങ്കിൽ ഒരു രസം കാണത്തില്ല. ആർക്കെങ്കിലും അപ്പോൾ നമ്മൾ അടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവുമെന്റെ വിശ്വാസം. 1 2 3 കൃത്യം 4. ഇത് ബാക്കി ഇതിന് ഉപയോഗിക്കാൻ എടുത്തോ. ഇതിനകത്താവും. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ 4 ടേബിൾ സ്പൂൺ നമ്മൾ ഇത് ആഡ് ചെയ്തു. എന്താ പറയുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. അടുത്ത് 2 സ്പൂണ് നാരങ്ങ നീര്. ഇതിൽ നാരങ്ങയുടെ ഞാൻ അരിച്ചിട്ടൊന്നുമില്ല. ഇതാ എൻ്റെ പൊന്നു പിള്ളേരെ, 3 നാരങ്ങയ്ക്ക് 3 ചെറിയ നാരങ്ങയ്ക്ക് 25 രൂപയായിരുന്നു വില. 1 കിലോയ്ക്ക് 279 രൂപ. ഇന്നത്തെ മാർക്കറ്റ് വിലയാണ് നാരങ്ങയുടെ. തമ്പുരാനെ, പാവങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നോ. സാലറി വെച്ച് ബാക്കിയൊക്കെ കൂടുന്നു. സാലറി മാത്രം കൂടുന്നില്ല. സാലറി കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും മറ്റേ ഇതുപോലെയാ, എന്താ പറയാ, കേക്കത്തിലാന്ന് പറഞ്ഞത്. ഗൈസ്, നമ്മൾ അടുത്ത പരിപാടി പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്തത്, എന്നോട് പറഞ്ഞത് ഇതിന്റെ കൂട്ടത്തിൽ ഒരു 4 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂണ് മസ്റ്റാർഡ് ഓയിൽ, കടുകെണ്ണ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ കടുകെണ്ണയില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, പുള്ളി പറഞ്ഞത്, പുള്ളിയോട് ചോദിച്ചത് ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തു. ഒപ്പം ഒരു സമയം ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, ഒരു പ്യുവർ ഒലിവ് ഓയിൽ 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ഇത് ഈ നമ്മളെന്താ പറയുക, കോക്കനട്ട് ഓയിൽ ഒരു സ്വീറ്റ് ടേസ്റ്റും ഇതൊരു മൈൽഡായിട്ടൊരു സോഫ്റ്റ്നെസ് ക്രിയേറ്റ് ചെയ്യും. ഇതാ, എനിക്കാണെങ്കിൽ ഒലിവ് ഓയിൽ വെച്ച് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അത്യാവശ്യം പ്രൈസിയാണ്. ബട്ട് ഞാൻ ഹെൽത്തിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ പുറത്തുനിന്നുള്ള റെസ്റ്റോറൻറ്റിലെ ഫുഡൊക്കെ മാക്സിമം ഞാൻ ഒഴിവാക്കുന്നുണ്ട് തന്നെ എനിക്കത് ഇഷ്ടമാണ്. ഗൈസ്, നമ്മൾ അടുത്ത ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. അപ്പം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഈ കാശ്മീരി ചില്ലി നമ്മൾ നോർമൽ ചില്ലി മിക്സ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ യൂസ് ചെയ്യും. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ച മുളക് പൊടി പുള്ളി വീട്ടിൽ പൊടിച്ചതാണ്. 1 സ്പൂൺ ഉപയോഗിച്ചാൽ മതി, അണ്ടകടാഹം കത്തും ഗൈസ്. അണ്ടകടാഹം മീൻസ് അണ്ടകടാഹം കത്തും. സോ അപ്പോൾ 2 കിലോയ്ക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ മാറൂടാ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് നല്ല സ്പൈസിനെസ് ഉള്ള മുളക് പൊടി ആഡ് ചെയ്യണം. നല്ല സ്പൈസിനെസ് ഉണ്ട്. കാരണം ഇത് രാമൂന് അറിയാം, നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതുണ്ടാവുക. നല്ല എരിവുണ്ട്. വെച്ചു. എനിക്ക് പേടിയാണ് ഈ മുളക് പൊടി. ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മുളക് പൊടി പേടിച്ചിട്ടില്ല. അടുത്ത പരിപാടി, ഈ രാമുവിന്റെ പേടി മാറ്റാനായിട്ട് നമ്മൾ മല്ലിപ്പൊടി യൂസ് ചെയ്യുക. കാരണം ഇതിന്റെ ഒരു ബാലൻസ് ചെയ്യാനായിട്ട്, ആ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ടേബിൾ സ്പൂൺ ആണ് ഇതൊക്കെ ഉണ്ടാകത്തില്ല നമ്മളെ. അപ്പൊ നമ്മൾ ആ സാധനം ആഡ് ചെയ്തു. പിന്നീട് അടുത്തത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. 1 ടീസ്പൂണാണ്, ടേബിൾ അല്ല, ടീസ്പൂണ്. അടുത്തത് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഗൈസ്. ഇത് ഞങ്ങൾ ഇവിടെ നിന്നേ മാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് ഗൈസ്. അടുത്ത സംഭവം ബ്ലാക്ക് പെപ്പറാണ്. ഇതൊക്കെ ഞങ്ങളിവിടെ പൊടിക്കുന്ന സാധനം. ബ്ലാക്ക് പെപ്പർ ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാനത് 2 ആക്കി എടുക്കുക.
കാരണം എനിക്ക് ബ്ലാക്ക് പെപ്പറിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ്. കുറച്ചുകൂടി നമ്മൾ ഈ മസ്റ്റാർഡ് ഓയിൽ ഒഴിവാക്കിയതിൻ്റെ ആ ഒരു ടഫ്നെസ് ഒക്കെ കിട്ടാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസം. പാപ്പോ അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് 1 ടേബിൾ സ്പൂണോളം പച്ചമുളകിൻ്റെ പേസ്റ്റ്. കാരണം ഇതൊരു ഫ്ലേവർ എൻഹാൻസർ പോലെ നമുക്ക് കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ടുള്ള ഫ്ലേവർ ആണ്. നമ്മൾ ഇതിൽ ചുവന്ന ഉള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ തക്കാളിയോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊരു ഫ്ലേവർ എൻഹാൻസർ പോലെ നമുക്കിത് ഉപയോഗിക്കാം. ഒപ്പം അടുത്തൊരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി ആഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യണം. ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളുള്ളി, ഒരു 10 പീസോളം വെള്ളുള്ളി ചെറുങ്ങനെ ചതയ്ക്കാം. ചെറുങ്ങനെ 2, 3, 4, 5, 6, 8, 9, 10, ഞാനൊരു 12, 13, 14 പീസ് ഇട്ടിട്ടുണ്ട്. കാരണം മട്ടൻ 1,900 ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ചതയ്ക്കാനും മറ്റു സാധനങ്ങളും ഞങ്ങൾ തൽക്കാലം മിക്സിയിൽ വെച്ച് ചെയ്യാറുണ്ട്. വലിയ സീനില്ല ഗൈസ്. വല്ല ചതഞ്ഞൊരു ഇതൊന്നും കിട്ടിയില്ല. പക്ഷെ ബെറ്ററാണ്, ഒരുപാട് പേസ്റ്റ് ആവുന്നേക്കാളും കൊള്ളാം. ഇത് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം. എന്തായാലും ഇതും കഴിഞ്ഞു. നമുക്കിന്ന് മഷ്റൂം കുറിക്കാൻ അപ്പോൾ ഞാൻ സാധനം കഴുകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ എടുത്ത് വെക്കുക. ഇതാണ് ഗൈസ് ഒരു ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് ആയിട്ടില്ല, അല്ല മറ്റേ ഇതിന്റെ ഗാർലിക്കിന്റെ ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് ഒരുപാടൊന്നും അരയണ്ട, നമുക്ക് ചതയ്ക്കാൻ പറ്റും. ഏറ്റവും അതാ സുഖം. അത് ചതച്ച മതി, ജസ്റ്റ് ചതയ്ക്കുക. ചത ചത ചത. അടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് സോൾട്ടാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിന് കണക്കാക്കി നിങ്ങൾ മനോധർമ്മ സ്വരത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ ഇതിനൊരു 2-3 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും മട്ടൺ ഉള്ളതുകൊണ്ട് 3. അടുത്ത കാര്യത്തിലേക്ക് വരാം. അടുത്തതാണ് നമ്മുടെ മേജർ താരം. അടുത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ആഡ് ചെയ്യണം. ഫ്ലേവർ ഇല്ലാത്ത ഓൾക്കയാണ്. നമ്മൾ അത് വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ട്. കാരണം ഫ്ലേവറുള്ള ഓൾക്ക ആഡ് ചെയ്താൽ മട്ടനും ഇതെല്ലാം കൂടി ആകുമ്പോൾ വേറൊരു സെൻസിലേക്ക് പോകും. അപ്പോൾ ഞാനിത് ഫ്ലേവർ ഇല്ലാത്ത ഒരു റഷ്യൻ മെയ്ഡ് ഓൾക്കയാണ് എടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇത് പുറത്തുനിന്നൊരു ആൾ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. ഞാൻ ബ്രാൻഡൊന്നും പറയുന്നില്ല. സോ വാട്ട് എവർ, ചിയേഴ്സ്, സലൂട്ട്. ഇതൊരു 120 ml ഞാൻ എടുത്തിട്ടുണ്ട്. ഗൈസ്, ഞാനിത് മിക്സ് ചെയ്യണം നിങ്ങളുടെ അനുവാദത്തോടു കൂടി. അനുഗ്രഹിച്ചിരിക്കുന്നു. വാവ്, സോ യമ്മി റൈറ്റ്? നൈസ് ആണോ? യമ്മി. വലിയ കൂടിയ അതൊന്നും ആയിട്ടില്ല, ഞാൻ ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി എല്ലായിടത്തും എത്തത്തില്ല, മസാലകൾ എല്ലായിടത്തും ചേരത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഓയിൽ നിങ്ങൾ കണ്ടോ, ഈ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒലിവ് ഓയിൽ ഇത് മുകളിൽ ഇങ്ങനെ കിടക്കുന്ന കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോസ് പച്ചമുളകും ഇഞ്ചിയും അതെ ചേട്ടന് വായിക്കാൻ മോശം. കൊള്ളാടാ. കിട്ടിയ സാധനം നല്ലതാ. നമ്മുടെ മട്ടൻ അവിടെ അപ്പം എൻ്റെ അടുത്ത പരിപാടി ഞാൻ എൻ്റെ കയ്യിലെ ഈ വളയും ബാക്കിയുള്ള സാധനങ്ങൾ ഊരി മാറ്റുക. കാരണം ഇത് കുഴയ്ക്കാനുള്ളതുകൊണ്ട് അത് മോതിരോട്ടൊന്നും വെച്ചാൽ ശരിയാവത്തില്ല. കൈ കഴുകിയിട്ടുണ്ട്. നമ്മുടെ മട്ടൻ അവിടെ അതാ ആരുമില്ല, അത് അനാഥയായിട്ടിരിക്കുന്നു. ഇത് ആൺമട്ടനായിരിക്കും പെൺമട്ടനായിരിക്കോ? ഞാൻ ചോദിച്ചായിരുന്നു. ആൺമട്ടൻ എന്നാണ് അവർ പറഞ്ഞത്. ആണല്ലേ? മുട്ടനാടെന്ന് ചുമ്മാ പറഞ്ഞതാണ്. എനിക്കറിയില്ലടാ, എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും മട്ടൻ മിക്സ് ചെയ്യണം. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? സത്യത്തിൽ ഈ മസാലയ്ക്ക് ഉണ്ടല്ലോ ആ കറുത്തൊരു കളർ, ആ ഡാർക്ക്നെസ് ഉണ്ട്. കുക്ക് ചെയ്ത് വരുമ്പോൾ ഓരോന്നും എനിക്ക് അറിയില്ല. പുള്ളി പറഞ്ഞ വെച്ചിട്ട്
നമ്മൾ ഈ മസാല ഒരു ഡാർക്ക് കളർ ഒരു എന്താ പറയുക നമ്മുടെ കാശ്മീരി ചില്ലിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഡാർക്കായിട്ടൊരു കളർ വരും. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്നാ പുള്ളി പറഞ്ഞത്. അറിയില്ല, ചിലപ്പോൾ നമ്മൾ മസ്റ്റർഡ് ഓയിൽ ചേർക്കത്തുണ്ടോ? മസ്റ്റാർഡ് ഓയിൽ, അതാ മസ്റ്റാർഡ് ഓയിൽ. അത് ബ്ലാക്ക് ആണല്ലോ ആയിരിക്കാം ബ്രോ. നമുക്ക് മസ്റ്റാർഡ് ഓയിലിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് നമ്മളതിന് കുക്കിങ്ങിന് ആവശ്യം വരുന്നില്ലല്ലോ. നമ്മൾ കോക്കനട്ട് ഓയിലിൽ പിന്നാലെ നടക്കുന്നുണ്ട് തന്നെ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ലായിരുന്നു. പക്ഷെ മട്ടൺ നല്ലതാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ മസാല ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി മറൈനേറ്റ് വേണ്ടി ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. 10-12 മണിക്കൂറൊന്നും നടപടി ആവില്ല. അപ്പോൾ നമ്മൾ ഒരു 6-7 മണിക്കൂർ, മിനിമം 6 hours, മാക്സിമം 7 hours വെച്ച് നമ്മൾ എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്ലാന്. ചില വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുക. അപ്പോൾ കുക്കിങ്ങിന്റെ സമയത്ത് കാണാം. അപ്പോൾ ഞാൻ രാമുവിനൊന്ന് കൊടുക്കും. രാമു ഒന്ന് നോക്കിയാൽ എൻ്റെ മസാല ഇങ്ങനെ തന്നെ കൊള്ളാം. കഴിഞ്ഞ് ഞാനൊരു അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി കറിവേപ്പിലും കൂടി ആഡ് ചെയ്യണം ഇതിലേക്ക്. നല്ലൊരു ക്വാണ്ടിറ്റി. നമുക്കിപ്പോൾ എന്താ പറയുക, പിന്നീട് കുക്ക് ചെയ്യുന്ന സമയത്ത് കറിവേപ്പില ആഡ് ചെയ്യണം. പക്ഷേ കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു അരവും ആ സ്മെല്ലും ഒക്കെ കിട്ടാൻ പിടിക്കാനാണ് ഇത് മസാലയിലേക്ക്. ഇതാണ് ഫൈനൽ ലുക്ക് മുത്തുമണികള്. സ്മെല്ലുണ്ടോ? നല്ല സ്മെല്ലുണ്ട്. അതിനെയോ മട്ടനെയാണോ ചേട്ടനെയാണോ? നിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നെ സ്മെല്ല് വരാൻ വേണ്ടി ഒന്നും ആയിട്ടില്ല. ഞാൻ തൊട്ടിട്ടില്ല. ചേട്ടനെയാണോ മട്ടനെയാണോ? നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഞാനായിരുന്നു. അപ്പൊ ശരി ഗൈസ്, ശരിയാട്ടെ. ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും കാണാം. ഞങ്ങൾക്ക് അപ്പൊ ചെറിയൊരു പൂജയുണ്ട്. ഒരു പൂജയുമില്ല. പൂജയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെ വഴിതെറ്റിക്കുന്ന രാമു. എന്നെ വഴിതെറ്റിക്കുന്ന രാമു ഞാനല്ല. എനിക്കത്തുള്ള ഒരു പങ്കുമില്ല. മമ്മി എപ്പോഴും പറയുമായിരുന്നു ഞാൻ കല്യാണം കഴിയുന്ന നല്ലൊരു ചെറുക്കനായിരുന്നു. മമ്മി പറയുന്നുണ്ട് കല്യാണം നല്ലൊരു പെണ്ണിനെ കെട്ടിച്ചെന്നത് ഞാനാ വഴിതെറ്റിച്ചത്. മമ്മി പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളെ പോയി പെണ്ണ് കണ്ട സമയത്ത് അവൾ നല്ലൊരു കൊച്ചായിരുന്നു. എന്ന് നിന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ വന്നു അന്ന് മുതലുള്ള ഇഷ്ടം തുടങ്ങിയത്. മമ്മി ഞാൻ സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കോ? പറയുന്നില്ല. ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ മട്ടൺ മറൈനേറ്റ് ചെയ്തത് 7 മണിക്കൂറായിട്ടുണ്ട്. ഞങ്ങളുടെ പണികൾ ഇപ്പോഴാണ് തീർന്നത്. മട്ടന്റെ അവസ്ഥ കാണിച്ചു തരാം. മട്ടൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ വോഡ്കയുടെയും ആ സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഭയങ്കര യുമ്മിയായിട്ട് ഫീൽ ചെയ്യുന്നു. കാശ്മീരി ചില്ലി മറ്റും ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാണ് എന്നെനിക്ക് തോന്നുന്നു. കളർ ഇതുവരെ വന്നിട്ടില്ല. മേ ബി എന്താ പറയുക, കടുകെണ്ണയുടെ മസ്റ്റാർഡ് ഓയിലിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിപ്പോഴും കുക്കിങ്ങിന് ഒലിവ് ഓയിൽ പ്ലസ് കോക്കനട്ട് ഓയിൽ മിക്സ്ചറിനോടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് ഇതുകൊണ്ട് നമുക്കൊരു 1.5 മുതൽ 2 മണിക്കൂർ കൺസിഡർ ചെയ്യണം. ഈ മീറ്റിൽ നിന്ന് നമ്മുടെ മസാല അല്ലെങ്കിൽ നമ്മുടെ മസാല നല്ല തിക്കായിട്ട് ആ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോഴാണ് ശരിക്കും പാകം നമുക്ക് മനസ്സിലാകുക. എനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ പറയുന്ന പുള്ളി പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. പുള്ളിയോട് പറയുന്നത് വിഷ്ണു നീ ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള മസാല വരും. ആ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ നല്ലൊരു തിക്നെസ് ആ സ്മെല്ല് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് ചാലുവാക്കി ഞാൻ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കട്ടെ. നമ്മൾ ഇതൊക്കെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ കാട്ടിത്തരാം. രാമോയി നീ കാട്ടി തരാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താ പറയുക പാത്രങ്ങൾ മേടിച്ചൊരു വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾ കയറി കാണുക. ഇതിന് മുന്നേ വന്ന് കാണുക. എനിക്കറിയില്ല എപ്പോഴാണ് വരുന്നത്. അതിനുവേണ്ടി 10 കിലോമീറ്ററോളം നടന്നു കഴിച്ച് ഞങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല. നിങ്ങൾ ഓക്കെ ഇതിന് മുന്നേ അത് വന്ന് കാണാം ഉറപ്പായിട്ടും. ആ വീഡിയോ കണ്ടിട്ടില്ലേ കണ്ടു നോക്കുക. ഈ അലുമിനിയത്തിന് പോയിസൺ വരുന്നു പേടിച്ചിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് മാറിയതാണ്. ഇത് മറ്റേ കുറച്ച് ഒലിവ് ഓയിൽ എനിക്ക് തോന്നുന്നു
ഒരു ടേബിൾ സ്പൂണോളം വരുമെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ വേറെ എടുക്കണം നമുക്ക്. അപ്പോൾ ഇരുന്നത് നമ്മൾ ആ ഒലിവ് ഓയിൽ തീർക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിൽ ഒലിവ് ഓയിൽ തീർന്നു കഴിഞ്ഞു. അത് വേറൊരു ബോട്ടിൽ ഇരിപ്പുണ്ട് അടുത്തത്. മാക്സിമം റിസോഴ്സ് യൂട്ടിലൈസേഷൻ തലകുത്തി വെച്ച് നോക്കാം. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രോപ്പായിട്ട് ഇറങ്ങി വന്നാലോ. ഗൈസ്, അപ്പം ഒലിവ് ഓയിൽ തീർന്നു, നമ്മൾ തലകുത്തി വയ്ക്കുക. അപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പ് പോലും ഞാൻ ഊറ്റിയെടുക്കത്തുള്ളൂ. ഗൈസ്, അപ്പം ഓയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുക്കാൻ ഞാനൊരു കണക്കിന് ആഡ് ചെയ്യാം. കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും മിക്സ് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഒരു 4-5 ടേബിൾ സ്പൂണോളം വരുമെന്ന് തോന്നുന്നു. എന്തായാലും സ്പൈസസ് ആഡ് ചെയ്യണ്ടായിരുന്നു. ലാസ്റ്റ് മട്ടൺ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കുക. ഇപ്പോൾ ഈ 2 ഓൾമോസ്റ്റ് 2 കിലോ മട്ടൺ ഞാൻ ആഡ് ചെയ്യുന്നത് ഓയിൽ ഹീറ്റാണ് ഇവിടെ. ജസ്റ്റ് ഓയിലൊന്ന് ഹീറ്റ് ആവട്ടെ. ഓയിൽ ഹീറ്റ് ആവട്ടെ. നമ്മുടെ ഉള്ളത് ബേ ലീവ്സ് 2 എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ ഇടുക. ഓക്കെ, ഒരു 7 ചുവന്ന മുളക് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തത്. ഒരു അരോമയും വേണ്ടി കിട്ടാനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ നല്ലൊരു കറുവാപ്പട്ട ഞാനത് കട്ട് ചെയ്തിട്ടോ. അങ്ങനത്തെ തൽക്കാലത്തേക്ക് കരിയാതിരിക്കാൻ വേണ്ടി ചെയ്തോട്ടെ. ഓക്കെ, പിന്നെ ഒരു 5 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12-13 പീസോളം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം. പക്ഷെ പുള്ളി പറഞ്ഞത് പെരിഞ്ചീരകം കൊടുക്കാനാണ്. ഞങ്ങൾ പെരിഞ്ചീരകം യൂസ് ചെയ്യാറില്ല. ചെറിയ ജീരകം തൽക്കാലത്തേക്ക് എടുക്കുന്നത്. അതൊരു 1/4 ടേബിൾ സ്പൂണൊക്കെ വരുന്നുള്ളൂ. അല്ല, 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ. ഓക്കെ, സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടു. ജസ്റ്റ് ഞാനൊന്ന് എന്താ പറയുക, ഇതുകൊണ്ട് 2 സെക്കൻഡ് ഇതിങ്ങനെ നാക്കാം. എൻ്റെ അരോമേനെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് വരണം. കരിയാൻ പാടില്ല. അത് കരിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഞാൻ ഓയിൽ എന്താ പറയുക, ഓയിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി. അടുത്ത് നിങ്ങളെ ഒക്കെ അനുവാദത്തോടു കൂടി അണ്ണൻസ് കിച്ചണിലെ ഈ റെസിപ്പിയിലെ മട്ടൻ ഞാൻ ആഡ് ചെയ്യണം. നല്ല ചൂടടിക്കുന്നത് ഗൈസ്. ഉറപ്പാണ് ഇപ്പോഴും. 5 ലിറ്റർ 3 എത്ര ലിറ്റർ എനിക്കറിയില്ല ഗൈസ്. ഇത് കാര്യം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത് വെള്ളം വേണമെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാവൂ. കാരണം ഈ മട്ടനിൽ നിന്ന് ഈ മസാലയിൽ നിന്നൊക്കെയുള്ള ഈ വോഡ്ക എല്ലാം കൂടി പിടിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും മസാല ഇതിനകത്ത് പിന്നെ നമുക്ക് ഇത്രയധികം മസാല ഇതിൽ ബാക്കിയിരിക്കുക. അപ്പോൾ ഇത് കൊണ്ട് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറുങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അതിലേക്ക് ഒഴിക്കുക ചുറ്റും. വോഡ്കയുടെ സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ല കിട്ടിയ സാധനം ചില്ലാണ്. ഞാനപ്പോൾ ഈ മസാല എന്തായാലും കഴുകി ഇട്ടും കൂടി ഞാൻ വെള്ളമൊന്നും ചേർക്കുക. വെള്ളം ചേർക്കാനേ പാടില്ല പുള്ളി പറഞ്ഞു. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഓൾ സ്പൈസസ് നമ്മൾ ഇട്ടത് എല്ലാം ഇട്ടൊന്ന് ആകാനാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ എന്ന് പറഞ്ഞാൽ പിന്നെ വലിയൊരു ചൂടിലാണ് വെച്ചിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെയാണത്. ട്രിപ്പോളിയുടെ ഈ ഉപ്പൊന്ന് നോക്കണം. നേരെ ഞാൻ നോക്കിയ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഈ മട്ടൻ്റെ ഹോളിലാണെങ്കിൽ ആ മീറ്റിന് ക്വാണ്ടിറ്റി ഉണ്ട്, അല്ല മീറ്റിന് ക്വാളിറ്റി ഉണ്ട്. ക്ഷമിക്കുക, നമ്മൾ നോർമൽ മട്ടൺ വാങ്ങുന്ന പോലെയല്ല. എനിക്കത് ആടിൻ്റെ കാല് വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മീറ്റിൻ്റെ പോഷൻ കിട്ടുന്ന സംഭവം. വാങ്ങാം.
വാങ്ങ. ഈ ചില ആൾക്കാർ പറയില്ല ആ പെണ്ണിന്റെ കാല് കാണാൻ അവന്റെ കാല് കാണാൻ ഇഷ്ടമാണ്, അതെ, ആടിന്റെ കാല് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങാൻ ഇഷ്ടമാണ്. വാങ്ങ. ഓക്കെ, സോറി. ഓക്കെ കൊള്ളാം. കിട്ടുണ്ടോ? ഇതുണ്ട്, വേറെ എന്തോ കൊടുക്കാം. കൊടുക്കാൻ തരുന്നുണ്ടോ? എനിക്ക് എത്ര വോൾട്ട് അടി ഉണ്ടാകും? ഇല്ല. ഞാനൊരു 20 ml അഡീഷണൽ ആഡ് ചെയ്തു. പുള്ളി നമ്മൾ 100 ml അപ്പോൾ ഞാനൊരു 120 ആഡ് ചെയ്തു എനിക്ക് തോന്നുന്നു. അതാണ് ഇത് മാത്രമേ ചില മസാല പിടിച്ചു വരും, അത് ശരിക്കും മീറ്റിലേക്ക് പിടിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പിടിച്ചാൽ മട്ടനിട്ട കറി വെക്കാൻ പോയിട്ട് വോൾട്ടിട്ട കറി വെക്കും. ഞാനിത് അടച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കാണാം. ഏത് അവസ്ഥയാവുമെന്ന് അറിയില്ല. ടാറ്റ. ഞങ്ങൾ കുട്ടികളെ അവതരിപ്പിക്കുന്ന നൃത്തം കഴിച്ചു. നമ്മുടെ കറി ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. റോസ്റ്റ് ഞാനൊരു ജസ്റ്റ് ബട്ടർ ഇട്ടിട്ട് ഒരു 50 ഗ്രാം ഓളം ബട്ടർ ഞാൻ ഇട്ടുന്നുണ്ട്. ബാക്കി മാറ്റി വയ്ക്കുക. നമ്മൾ ബട്ടറൊക്കെ ഇട്ട് ബട്ടർ ഇട്ട് ഞാൻ നമ്മൾ ഒരുപാട് ഇളക്കാൻ നിൽക്കും. നിങ്ങൾ കണ്ടില്ല, ഇത് ഗ്രേവിയൊക്കെ വറ്റി ജസ്റ്റ് നല്ലൊരു ഡാർക്ക് കളർ. എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയുക, ഇതില്ലാണ്ട് തന്നെ നിങ്ങൾ മസ്റ്റാർഡ് ഓയിൽ ഇല്ലാണ്ട് തന്നെ കൃത്യമായിട്ട് കളർ ആയിട്ടുണ്ട്, ഡാർക്കായിട്ടുള്ള. നല്ല അഭിപ്രായങ്ങൾ എനിക്ക് കൊള്ളാം. കണ്ടിട്ടൊരു സെറ്റുണ്ട്. ജസ്റ്റ് ഒരു ഫൈനൽ ടച്ചിനാണ് ഞങ്ങൾക്ക് കുറച്ച് കറി ലീവ്സ് കൂടെ ആവില്ല. ജസ്റ്റ് ഇതൊന്നും എന്താ പറയുക, ഇത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാവും. ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ 40 minutes കഴിഞ്ഞാൽ നമ്മൾ ലിഡ് തുറന്ന് വയ്ക്കും. അടച്ചിട്ട് വേവിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ അത് വേഗം സമയം പിടിക്കും. ഒരു 70 minutes എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ അഡീഷണൽ വെള്ളം ഒന്നും ചേർത്തില്ല, കാരണം ആ ജസ്റ്റ് നമ്മൾ ചേർത്ത സമയത്ത് കിട്ടിയ സംഭവം തന്നെയാണ് ഇതിപ്പോൾ വന്നത്. ഈ ബട്ടർ ഒരുപാട് ആകാൻ പാടില്ല, കാരണം ഒരുപാട് മീൻസ് എന്താ പറയുക, പേര് പറഞ്ഞു ബട്ടർ ഒരുപാട് അലിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി നേരം ഇളക്കി കഴിഞ്ഞാൽ ഇത് കരി പിടിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്ന്, കാരണം ബട്ടർ മൊത്തത്തിൽ മെൽറ്റായി കഴിഞ്ഞാൽ. പക്ഷെ ബട്ടറിൻ്റെ പ്രശ്നമുണ്ട്, ഇതിൻ്റെ ഫ്ലേവറിനെ ചിലപ്പോൾ ഇല്ലാതാക്കും. കുറച്ച് നല്ലൊരു വളരെ നാച്ചുറലായിട്ടൊരു ബട്ടറിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇയാൾ എരി വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ടറിലിട്ട് നോക്കാം. സ്മെല്ല് വരുന്നുണ്ടോ? ഓക്കെ അല്ലേ? നമ്മുടെ ബട്ടറൊക്കെ എല്ലാം കൃത്യമായിട്ടായി. ഇനി പറയാമോ, ഇനി അത് ഡാമൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഇത് ടെസ്റ്റർ സ്പൈസി ഒക്കെ കിട്ടുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. നല്ല റെസിപ്പിയുടെ എനിക്ക് ഫീൽ ചെയ്ത് ഹെൽത്തിയാണ്. ഓർക്കിഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കുക്കിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്തതാണോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഒരിക്കൽ കൂടി പറയുന്നു. ഇത് കുക്കിംഗ് റെസിപ്പി മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള അണ്ണൻസ് കിച്ചൻ്റെ ബാക്കിയുള്ള റെസിപ്പീസ് ഒക്കെ നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള ട്രാവൽ വീഡിയോസ് കാണുക. ലവ് യു ഓൾ. ബൈ.